നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനെത്തിയ RSP സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷിബു ബേബി ജോൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. തിരഞ്ഞെടുപ്പിൽ വളരെ വലിയ ആവേശം അലതല്ലുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ചിട്ടയായ പ്രവർത്തനം വളരെ നേരത്തെ ഇവിടെ ആരംഭിച്ചാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഒറ്റക്കെട്ടായിട്ട് നീങ്ങുകയാണ്. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇത് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഫൈറ്റ് UDF-ഉം LDF-ഉം തമ്മിലാണ്. ആ UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിൽ UDF-ന് വ്യക്തമായ മുൻതൂക്കമുള്ള മണ്ഡലം അവിചാരിതമായ രാഷ്ട്രീയമായ ചില കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ രണ്ടു തവണ പരാജയപ്പെട്ടെങ്കിലും UDF-ന് വ്യക്തമായ മുൻതൂക്കമുള്ള ഇതാണ്. കഴിഞ്ഞ തവണ LDF-ന് അനുകൂലമായി തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടും കേവലം 2700 വോട്ടിനാണ് ഇവിടെ പരാജയപ്പെട്ടത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി ഗവൺമെന്റിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ജനങ്ങൾ ഓരോ അവസരവും കാത്തു നിൽക്കുകയാണ്. അതായത് ഈ പശ്ചാത്തലത്തിൽ UDF വേഴ്സസ് LDF എന്ന പോരാട്ടം പൊളിറ്റിക്കൽ ഫൈറ്റ് ഇവിടെ നടക്കുമ്പോൾ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ നിലപാടുകളിൽ കഴിഞ്ഞ കുറെ ദിവസമായി മലക്കം മറിച്ചിൽ നടത്തുന്ന PV അൻവർ ഒരു സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തുകയാണ്. അത് UDF-നെ എങ്ങനെ? ഞാൻ പറഞ്ഞില്ല, ഈ പൊളിറ്റിക്കൽ ഫൈറ്റിൽ UDF-ഉം LDF-ഉം തമ്മിൽ പൊളിറ്റിക്കൽ ഫൈറ്റിൽ മറ്റൊന്നിനും ഒരു പ്രസക്തി ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ ഈ പറയപ്പെടുന്ന വ്യക്തി തന്നെ ഉയർത്തിയ ചില വളരെ ഗൗരവമേറിയ UDF ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളുണ്ട്. അതിന്മേലുള്ള ചർച്ചയാണ്, വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. അവിടെ അതിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു കാര്യത്തിനും ഒരു പ്രസക്തിയുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യപ്പെടാനിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ കണക്ക് ഈ കാതലായ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റു ചില വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം മറ്റുള്ളവർ നടത്തുന്നു. അത് അല്ല, ഇത് അരാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആ പാവപ്പെട്ട ആശാവർക്കർമാർ ഇപ്പോഴും മഴ കൊണ്ട് അവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടക്കുകയാണ്. ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യണം. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കൊട്ടിഘോഷിച്ച ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ, അതിന്റെ പിതൃത്വം അവകാശപ്പെടാനിരുന്നവരുടെ കൺമുമ്പിലാണ് ഇതെല്ലാം തകരുന്നത്. അത് തകരുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ ആണെന്ന് മാത്രം വഴിചാരി പോയിട്ട് കാര്യമില്ല. കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമരം പോലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇതെല്ലാം ഇതിന്റെ കൂട്ടുകെട്ടാണ്. ഇവിടെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും അതിനുശേഷം പേരിനൊരു മത്സരം എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അതും ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോൾ എന്താണ് കേരള രാഷ്ട്രീയം കാണുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ദിവസങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചയിലേക്ക് നിലമ്പൂർ എത്തും. ഇപ്പൊ ആരെന്ത് വിചാരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അത് കുറിച്ചിട്ടുണ്ട്, ഈ ഗവൺമെന്റ് എങ്ങനെ അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളത്. അതിന്റെ വിധിയെഴുത്ത് തന്നെ ആയിരിക്കും നിലമ്പൂരിലുണ്ടാകും.